ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷുണ്ട അൻസലോ. എന്തുണ്ടെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിള്ളേരൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാക്കിങ്ങും പരിപാടികളും വീഡിയോ എടുക്കലും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ കുറേ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ഈ കടയിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സംഭവങ്ങൾ വീഡിയോ എടുക്കാനും കാര്യങ്ങളും ഒക്കെ മാത്രമായിട്ട് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ താഴെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിസിനസ്. അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഹെയർ ആക്സസറീസിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ സെയിലിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ്ങും പ്ലസ് സ്റ്റിച്ചിങ്ങും ഉണ്ട്, അതായത് ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോലി, മെയിനായിട്ടുള്ള നമ്മുടെ വർക്ക്. ഏണിങ്സിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഇതാണ് കേട്ടോ. നമ്മുടേതായ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വർക്കാണിത്. ഇന്നലത്തെ നമ്മുടെ ഹനത് ഫാഷൻ ടെക്കിലൊക്കെ ഇട്ടിട്ടുള്ള ബോയുടെ ഇതാണ് കേട്ടോ. ബോയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി താഴത്തോട്ട് പോകണം. ഇവിടെ ഒരു കിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനി താഴത്തേക്ക് ഇറങ്ങണം. ഉച്ചക്കലത്തെ പരിപാടികളൊന്നും ആയിട്ടില്ല. കുറച്ച് നേരമായി മുകളിലോട്ട് കയറിയിട്ട്. അപ്പോൾ ഇക്ക കുറച്ച് ലേറ്റ് ആവും വരാനെന്ന് പറഞ്ഞു. ഇപ്പോൾ കാപ്പി ഉണ്ടാക്കണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴേക്കും വീഡിയോ എടുത്തിട്ട് പോകുന്നു വെച്ചാൽ രാവിലെ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കൽ നടക്കില്ല കേട്ടോ. വീഡിയോ എടുത്ത് അതിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ പിന്നെ ഇച്ചിരി താമസിച്ചിട്ടായാലും നമ്മൾ ജോലി മാറ്റി വയ്ക്കില്ലല്ലോ. ഇത് ചിലപ്പോൾ മാറ്റി വെച്ചെന്ന് വരും. നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കില്ലേ, അങ്ങനെ. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾക്കൊക്കെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലിരുന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഹെയർ ആക്സസറീസ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ ബോ, ഹെയർ ബാൻഡ്, ബീഡ്സ് വെച്ചിട്ട് നമുക്ക് കൈ ചെയിനും മാലയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ഏണിങ്സ് കിട്ടും കേട്ടോ ഇതിൽ നിന്ന്. ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ വരാൻ പോകുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കി സ്കൂൾ തുറപ്പിൻ്റെ ആ ഒരു ടൈമിൽ സെയിൽ ചെയ്യാനായിട്ട് പറ്റുമേ. അത്രയൊക്കെ തന്നെ. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടുണ്ട്, നമുക്ക് ഈ ഒരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് ചെയ്തുകൊണ്ട് ഇപ്പോൾ 45 50 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ്സിന് സാധിക്കും കേട്ടോ. എന്നെ കൊണ്ട് പറ്റാറുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും കേട്ടോ. ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നേരെ താഴത്തേക്ക് ഇറങ്ങി അടുക്കളയിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കി പരിപാടികളും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഓക്കെ. കുറച്ച് നേരം ഇരുന്നിട്ട് എനിക്ക് കാല് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ മഞ്ഞളൊക്കെ എടുത്തിട്ടു. ഇപ്പോൾ ഈ ഒരു ജോലി പതൊക്കെ ഇക്ക എൻ്റെ തലയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇക്ക ഇപ്പോൾ ഇതിന് എടുത്തിടാനും ഒന്നും വരാറില്ല, എൻ്റെ ജോലിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ടു. ഇനി ഒരു വീഡിയോയും കൂടെ ഹന്നത്തിലോട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് റിബൺ അപ്പുറത്തിരിക്കും, അത് പോയി എടുത്തിട്ട് വരാം. കഥക് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഒരു പഴയ തലയണ കിടന്ന് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറ്റടിച്ച് പടപടയേ അടയും. മറ്റേലൊരു സംഭവം ഉണ്ടല്ലോ, കാറ്റടിച്ചാലും അടയാതിരിക്കുന്ന ഒരു സംഭവം, അത് വെച്ചിട്ടില്ല കേട്ടോ. അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ ഞാൻ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് താഴെ എത്തും. കാരണം ഇവിടെ കൈവരി കെട്ടിയിട്ടില്ല, കൈവരി വെച്ചിട്ടില്ല. ഓക്കെ, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് ജസ്റ്റ് കാപ്പി ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ അടുക്കളയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പരിപാടികളൊക്കെ മുടങ്ങും. അടുക്കള നല്ല കോലത്തിൽ കിടക്കുവാണ്, ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ അടുക്കളയിൽ കയറിയാൽ ഈ പരിപാടി മുടങ്ങും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചെയ്തിട്ട് പതുക്കെ ഇറങ്ങാമെന്ന്. അടുക്കളയിലോട്ട് ഇക്ക വന്നിട്ടില്ല. അപ്പോൾ വരുമ്പോഴേ മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഒന്നിച്ചിട്ട് നമുക്ക് അടുക്കള പരിപാടി ചെയ്യാം. അപ്പോൾ വണ്ടി ഓടിക്കാൻ ഇന്നത്തെ പരിപാടി എനിക്ക് അറിയത്തില്ല. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു കേട്ടോ പഠിക്കാൻ പോകണമെന്ന്. നടക്കുമെന്തോ, നടക്കായികയൊന്നുമില്ല, മനസ്സ് വയ്ക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ കരിയിലയൊക്കെ മാറി നല്ല തളിർത്ത ഇല വന്നതുകൊണ്ട് മുറ്റം തൂക്കൽ ഇച്ചിരി ഒരു
ഒരു ദിവസം ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല കേട്ടോ. ഇവിടെ കണ്ടോ കുറേ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ ഒരാവശ്യമില്ലാണ്ട് പിടിച്ചു വരുന്നത് കണ്ടോ, എത്ര എണ്ണം നിൽക്കുന്നു നോക്കിയേ. പക്ഷെ ഇവിടെ പടർത്താനും പറ്റില്ല. ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് നട്ടിട്ട് കാര്യമില്ല, അത് പിടിക്കത്തില്ല. അത് വെറുതെ കിടന്നിട്ട് നല്ലതാട്ടോ. ഇത് റെഡ് കളർ ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ്. അതായത് നല്ല മധുരമുള്ളതാണ്. നമുക്ക് മഞ്ഞയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് കയറാൻ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. കാരണം കണ്ടോ അവസ്ഥ, വലിച്ചു വാരി ഇട്ടേക്കുക. ഒരറ്റത്തുനിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് കാണുമ്പം തന്നെ മടി വരും. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് ഉപയോഗത്തിന് വേണ്ടിയിട്ട് എടുക്കാനും ഉണ്ട്, കുറേ സാധനങ്ങൾ ഒഴിവാക്കാനും ഉണ്ട് കേട്ടോ. കൂടുതൽ ഒഴിവാക്കാനുള്ള പ്രൊഡക്ട്സാണ്. അപ്പം ഞാൻ വന്ന എന്തിനാന്ന് ചോദിച്ചാൽ, എൻ്റെ ഗ്രീൻ കളർ സാറ്റിൻ്റെ റിബൺസ് ഇവിടെ കിടക്കുക, അതെടുക്കാനാണ് വന്നത്. ദേ ഗ്രീനും നേവി ബ്ലൂവും റിബൺസ് ഇവിടെ ഇരിക്കുമായിരുന്നു. ഇത് ഞാൻ നേരത്തെ എടുത്തതിലുള്ളതാണ് കേട്ടോ. കുറച്ചധികം റിബൺസ് ഈ കളറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി വന്നു എന്നല്ല, ഗ്രീൻ കളർ കുറച്ച് അധികം ഉണ്ടായിരുന്നു. ബ്ലൂ തീർന്നു കേട്ടോ, ഈ 2 കൂടിയേ ഉള്ളൂ. ഗ്രീൻ കുറച്ച് എന്താണ് കളേഴ്സാണ് നമുക്ക് എപ്പോഴും സെയിലാവുക. ഗ്രീൻ ഇച്ചിരി പാടായിരിക്കും. എല്ലാത്തിൻ്റെ കൂട്ടത്തിലും ഗ്രീൻ പോകുന്നുണ്ടെങ്കിലും ചിലപ്പം ഇങ്ങനെ ബാലൻസ് വരും കേട്ടോ ഗ്രീൻ. അപ്പോൾ അത് ഞാൻ ഇത്തവണ ഗ്രീൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്യാവശ്യം ഇരിക്കുവാണല്ലോ. അതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അതാണിപ്പോൾ പോയെടുത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കിറ്റ് സെറ്റ്. പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റല്ല, പ്ലാസ്റ്റിക് ഹെയർ ബോർഡ് ഒരു കിറ്റ് സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കൂടെ കൊണ്ട് മുകളിൽ വെച്ചിട്ട് ആ വീഡിയോയും കൂടെ എടുത്തിട്ട് വന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. ഓക്കെ, ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഹന്നത്തിലോട്ട് വീഡിയോ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട, ആർക്കെങ്കിലുമൊക്കെ ഹെയർ അക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഹന്നത്ത് ഫാഷൻ ടെക് എന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മേക്കിംഗ് വീഡിയോയും അതുപോലെ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസിൻ്റെ സെയിലും എനിക്കറിയാവുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ. വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് വെച്ചിട്ട് വരട്ടെ. ഒരു ചാനലിൽ വീഡിയോ എടുക്കലും അംഗമൊക്കെ കഴിഞ്ഞ് പതുക്കെ നമ്മൾ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അമ്മച്ചി വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതായിരുന്നു പഴം, അത് തീർന്നു. അതിലതേ ചീത്തയായ 2 പീസ് ഇരിക്കുന്നു, അതെടുത്ത് മാറ്റാം. അരി എടുത്ത് അടുപ്പിലിട്ടിട്ട് പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വന്നിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ല, അരി ഇടാതെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷൻ വരും. അതുകൊണ്ട് അരി അടുപ്പത്തിട്ടില്ല, വെള്ളം അടുപ്പത്തിട്ടിട്ട് ഞാൻ നേരെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ അടുക്കളയിലോട്ട് തന്നെയാണ് പോകുന്നത്. കുറച്ചൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ധൈര്യമായിട്ട് അടുക്കളയിൽ നിൽക്കാമല്ലോ. അങ്ങനെ നേരെ അടുക്കളയെ ലക്ഷ്യമാക്കി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗ്ലാസ് ഇരിക്കുന്നുണ്ടായിരുന്നു, പോണ വഴിക്ക് നമുക്കതും കൂടി ഇങ്ങ് എടുത്തുകൊണ്ട് വെക്കാമല്ലോ. ഇനി പാത്രം കഴുകലും ബഹളങ്ങളും ഒക്കെ ആയിട്ട് അടുക്കളയിൽ തന്നെ ആയിരിക്കും കുറച്ച് മണിക്കൂറുകൾ നമ്മൾ ചിലവഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദേ ഇവിടെ കണ്ടോ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് കളയാൻ വേണ്ടിയിട്ടും കഴുകി പറക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് കുറേ പാത്രങ്ങളുണ്ടാവും. പിള്ളേർ പോയി കഴിഞ്ഞാൽ എനിക്ക് കഴുകി പിറക്കി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട്.
എത്രയൊക്കെ നമ്മൾ രാത്രി നീറ്റാക്കിയിട്ട് പോയി കിടന്നെന്ന് പറഞ്ഞാലും രാവിലെ പിള്ളേർ വിടുന്ന ബഹളത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് പാത്രങ്ങൾ വാരിയിടും കേട്ടോ. എന്നിട്ട് അതെല്ലാം പിന്നെ ഒന്നേന്ന് കഴുകി മാറ്റലാണ്. അപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ട് വന്ന് ആദ്യം നമുക്ക് അരി കഴുകി അങ്ങ് ഇടാം. അപ്പോഴേക്കും അവിടെ കിടന്ന് തിളയ്ക്കുമല്ലോ. ഒരു ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൈസ് കുക്കർ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഇറക്കി അങ്ങ് വെക്കാം. ഉമ്മ ഉള്ളപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അടുപ്പിൽ അരിയിടുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൈസ് കുക്കറിൽ അരിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അരിയൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകി അടുപ്പത്തിടാം കേട്ടോ. അപ്പോൾ ഇനി ആസ് യൂഷ്വൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രങ്ങൾ കഴുകൽ തന്നെയാണ്. മുഴുവൻ പാത്രങ്ങളും കഴുകി കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ടാൽ മാത്രമാണ് അടുത്ത ജോലി ചെയ്യാൻ ഒരു ഊർജ്ജം കിട്ടുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം വാരി വലിച്ചത് ഇവിടെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അത്രയ്ക്ക് അങ്ങോട്ട് നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കവറിലുണ്ടായിരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെജിറ്റബിൾസിൻ്റെയും അങ്ങനെയുള്ള വേസ്റ്റാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് ഞാൻ ആ സൈഡിൽ വെച്ചേക്കുന്നത്. അത് നമ്മൾ ബക്കറ്റിൻ്റെ അകത്തിട്ടിട്ട് അങ്ങനെ പുരയിടത്തിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി പാത്രങ്ങളൊക്കെ നല്ലപോലെ തേച്ച് കഴുകിയിട്ട് ഇതുപോലുള്ള വലിയ പാത്രങ്ങളൊക്കെ ഞാനങ്ങ് വെളിയിൽ വെക്കും കേട്ടോ, വെയിൽ കൊണ്ടിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആ ഒരു മുകളിൽ തട്ടുണ്ടല്ലോ അവിടെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ വന്നിട്ടുണ്ട്, മീൻ കൊണ്ടുവന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കണം. അപ്പോഴേക്കും ഞാൻ പാത്രമൊക്കെ കഴുകി ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ തിരുകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ടാസ്ക്കാണ്. കാരണം ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഈ ഒരു പരിപാടി അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഇക്കാടെ ഹെൽപ്പ് ചോദിക്കുമായിരുന്നു. ചിലപ്പോൾ ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ കുറേ ആയി ഞാനിങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ തിരുകി പിന്നെ അതേ അരപ്പ് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. തേങ്ങയും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പുളി ഇത്രയും ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോകട്ടെ. ഓരോ ദിവസവും എൻ്റെ മീൻകറി ഓരോ രീതിയിലായിരിക്കും ഞാൻ വെക്കുന്നത്. എൻ്റെ സമയത്തിനും അതുപോലെ തന്നെ എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ അന്നത്തെ കറിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മൊത്തത്തിൽ അരച്ചിട്ട് കറി വയ്ക്കും. ചില ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ കറി വയ്ക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഓരോ ദിവസവും ഓരോ ടൈപ്പിലുള്ള മീൻ കറി ആയിരിക്കും കേട്ടോ ഞാൻ വെക്കുന്നത്. ടേസ്റ്റും അങ്ങനെ തന്നെ ആയിരിക്കും. ഓരോ ദിവസവും ഓരോന്ന് തന്നെ ആയിരിക്കും. ഉമ്മച്ചി ഇവിടെ ഉള്ളപ്പോഴാണ് നമ്മൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് മീൻ കറിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അന്ന് എനിക്ക് ചോറ് തിന്നാൻ, എനിക്ക് മാത്രമല്ല അവിടെ എല്ലാവർക്കും ചോറ് തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഞാൻ മീൻ കറി വയ്ക്കുന്ന ദിവസങ്ങളിൽ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി എനിക്ക് ഞാൻ വയ്ക്കുന്ന മീൻ കറിയോട് വലിയ താല്പര്യമില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഇത് മല്ലിപ്പൊടി ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് കേട്ടോ. പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് വെച്ചിട്ടില്ല. അതിനി തട്ടിയിടണം. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താട്ടോ ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാവേ. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്കയും തക്കാളിയും മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഇട്ടിട്ട് മീൻകറി അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് അവിയൽ വെക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് എനിക്ക് കുഞ്ഞുമ്മ ചക്ക കൊണ്ട് തന്നിട്ടുണ്ട്, കൂഴച്ചക്ക കേട്ടോ. ഞാനും ഇക്കായും കൂടി മുകളിൽ മാമിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ചക്ക ഇങ്ങനെ പഴുത്തിട്ട് പ്ലാവിൻ്റെ മൂട്ടിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇക്കടുത്ത് പറഞ്ഞാണ് അതൊന്ന് എടുത്തിട്ട് വരാമെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു നീ പോയി എടുത്തോന്ന്. അപ്പോൾ ഒറ്റയ്ക്ക് വെള്ളം മടിയുണ്ട്, ഞാനതിങ്ങനെ എടുക്കാണ്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുഞ്ഞുമ്മ വന്നപ്പോൾ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അവരെ വീട്ടിലെ ചക്ക കേട്ടോ. മാഷാ അല്ലാഹ് നല്ല മധുരം ഉണ്ടായിരുന്നേ. മുമ്പ് ഇതുപോലെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ നിന്ന് പ്ലാവിന്ന് ചക്ക വീണിട്ട് ഞാനും കുഞ്ഞുമ്മയും കൂടെ പോയിട്ട് ആക്രാന്തത്തോടെ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നേ. ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ പ്ലാവിൽ നിന്ന് പഴുത്ത് താഴെ വീഴുന്ന ചക്കയ്ക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ ചക്ക കുറച്ചങ്ങ് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ അകത്ത് പുഴു ഉണ്ടായിരുന്നു. അതായത് കുറച്ചിങ്ങനെ നിന്നിട്ട് ചീത്തയായ ചക്കയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിച്ചതിന് ശേഷമാണ് അതിൽ പുഴു ഉണ്ടെന്ന് മനസ്സിലായത് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ വീണ് കിടക്കുന്ന ചക്ക അധികം അങ്ങനെ പോയി നോക്കാറില്ല. പക്ഷേ ഇത് അവരിങ്ങനെ അടത്താൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നതാണ്. അപ്പോഴേക്കും വീണത് ഇന്ന്, അതായത് ഞാൻ കണ്ടില്ലേ, അതിന് കുറച്ച് മുമ്പാണ് അത് വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല ചക്കയായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് നല്ല ടേസ്റ്റായിരുന്നു. അത് കിട്ടിയ പാടെ നമ്മൾ കുറച്ച് അകത്താക്കിയിട്ടുണ്ട്. പിന്നെ ചോറ് കഴിക്കലും പരിപാടികളും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ടൈം പോയി.
പിന്നെ പിള്ളേർ വരാനുള്ള സമയമായപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. എനിക്കിതുപോലെ പായസം ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ്, അരിയിൽ, അതായത് പൊടിയരി വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്ത് ഫ്രിഡ്ജിൽ ഇരുന്നത് ചൂടാക്കി. പിന്നെ പകുതി പപ്പയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു, അതും ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു, അവർ വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വന്ന ഉടനെ ഞാൻ ചോറ് കൊടുക്കും കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോകുന്ന ചോറൊന്നും ചോറ് കൊണ്ടുപോകുന്നതിൽ കുറവാണ്, കൊണ്ടുപോയാൽ അന്നമ്മ കഴിക്കാറില്ല. അതുകൊണ്ട് വന്ന ഉടനെ 2 പേർക്കും നമ്മൾ ചോറ് കൊടുത്തിട്ടുണ്ട്. റയൂ പെട്ടെന്ന് ചോറ് കഴിച്ച് എഴുന്നേറ്റ് അവൻ പപ്പയ്ക്ക കഴിക്കുന്നുണ്ട് കേട്ടോ. അന്നമ്മയ്ക്ക് ചോറ് കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. ആദ്യമൊക്കെ ഞാൻ അന്ന് ഉടനെ വാരി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വാരി കൊടുത്ത് ശീലിപ്പിക്കുമ്പോൾ സ്കൂളിൽ പോയാലും അവൾ അതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോഴും വരുമ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ കൊടുക്കാറാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഓരോ ചോറ് നുള്ളി നുള്ളിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് കഴിപ്പിക്കണം കേട്ടോ. കണ്ടോ, പപ്പയ്ക്ക് തിന്നുന്നതിൻ്റെ എക്സ്പ്രഷൻ നല്ല തണുപ്പുണ്ട്, ഫ്രിഡ്ജിൽ ഇരുന്നാണല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെ അന്നമ്മ ചോറ് കഴിച്ച് തീർന്നപ്പോൾ അതേ ഒരു അപ്പം താടി മുകളിലത്തെ ഡോറ് തുറന്ന് കിടക്കുക കേട്ടോ. അവിടെ നിന്ന് പറന്ന് വന്നിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ അതിലേക്ക് കൊണ്ട് നടന്നു. അതിനുശേഷം പപ്പയ്ക്ക് തിന്നാനുള്ള പരിപാടിയിലാണ് ആൾ. അപ്പോൾ അതേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പായ തിന്നുന്നത്. അവൾക്ക് ഡെയിലി പപ്പായ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്, കാഴ്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. രാവിലെ സ്റ്റാർട്ട് ചെയ്ത അംഗം നമ്മൾ പിള്ളേരൊക്കെ വന്ന ആ ഒരു ടൈമിൽ നിർത്തുവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.